നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 281st day. Today 52nd sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 282 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 51 ദിവസം 4ാമത്തെ അധ്യായത്തിലെ 52 ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 52 ശ്ലോകം. ദുർബലാതേന ദുഃഖേന യനുജേ കരവാണി കിം സാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂദിത. ദുർബലാതേന ദുഃഖേന യനുജേ കരവാണി കിം സാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂദിത. ഓം തത്സത്. ഈ ദുന്ദുലി താൻ ഭർത്താവിനോട് പഴം ഭക്ഷിച്ചു എന്ന് പറയുകയും ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ വളരെ വിഷമിക്കുന്നു, എനിക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുന്നില്ല. കള്ളം പറഞ്ഞു. ഇനിയിപ്പോൾ ഗർഭകാലം കഴിയുമ്പോൾ കുഞ്ഞു വേണം. അതൊന്നുമില്ലാതിരിക്കുമ്പോൾ ഭർത്താവിന് സംശയം തോന്നും. താൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ശ്ലോകത്തിൽ യാദൃച്ഛികമായി തൻ്റെ വീട്ടിൽ വന്നു ചേർന്ന് തൻ്റെ അനുജത്തിയോട് ദുഃഖം പറയുകയാണ്. ദുഃഖം നിമിത്തം ഞാൻ വളരെ ദുർബലയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുജത്തി പറയുകയാണ്, എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? നീ ദുഃഖിക്കേണ്ട, എനിക്ക് ഗർഭമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗർഭസ്ഥ ശിശുവിനെ ഞാൻ നിനക്ക് നൽകാം. നിനക്ക് വേണ്ടി ഞാൻ നിൻ്റെ ദാസിയല്ലേ, ഞാൻ നിനക്ക് വേണ്ടി പ്രസവിക്കാം എന്ന് അനുജത്തി ചേച്ചിയോട് പറയുകയാണ്. നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ ആ ഗർഭത്തെ നിനക്ക് നൽകാം എന്ന് പറയുന്നു. ആ ഗർഭസ്ഥ ശിശുവിനെ നിനക്ക് നൽകാം. അതുകൊണ്ട് തന്നെ അല്ലയോ സുന്ദരി, അല്ലയോ ചേച്ചി, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. ദുന്ദുലി കളവ് ചെയ്തിട്ട് അവൾക്ക് ഭർത്താവിനോട് കള്ളം പറഞ്ഞപ്പോൾ പശ്ചാത്താപവും ദുഃഖവും ഉണ്ടാവുകയാണ്. കാലമെത്തുമ്പോൾ പ്രസവിക്കാതിരുന്നാൽ, സന്താനത്തെ കാണാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നോർത്ത് അവൾ വിഷമിക്കുമ്പോഴാണ് അവളുടെ അനുജത്തി അവിടെ യാദൃച്ഛികമായി എത്തുന്നത്. അനുജത്തി ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്, ചേച്ചിയെ ആശ്വസിപ്പിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ദുർബലാതേന ദുഃഖേന ഹെനുജേ കരവാണി കിം സാബ്രവിൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂദിത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.